Hello friends, welcome to the channel. 𝙑𝙑𝙬𝙬 स्वागतം എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ട്രൈപോഡ് ആണ്. അത് നല്ല ക്വാളിറ്റി ഒരു വലിയ ട്രൈപോഡ് നമ്മൾ DSLR വലിയ ലെൻസ് ഒക്കെ വെക്കാനുള്ള ഒരു ട്രൈപോഡ് ഉണ്ടല്ലോ. നമ്മളിപ്പോൾ നിങ്ങൾ റീസെൻ്റ്ലി നമ്മുടെ ചാനൽ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മളൊരു Canon 200D വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ട്രൈപോഡ് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഒരു ട്രൈപോഡ് ഞാൻ അതിൽ എന്തായാലും ഇവിടെ വീഡിയോ കാണിച്ചു തരാം. ആമസോൺ ബേസിൻ്റെ നോർമൽ സാധനമായിരുന്നു 599 റുപ്പീസിൻ്റെ. അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതൊരു നമുക്ക് ക്യാമറ DSLR ഉപയോഗിച്ച് ചെയ്യാം. എന്നിട്ട് 200D വലിയ എന്താ പറയുക ഒരു വെയിറ്റ് ഇല്ലാത്തൊരു മോഡലാണ്. പക്ഷേ നമുക്കൊരു കോൺഫിഡൻസ് കുറവ് വന്നപ്പോഴാണ് നമ്മളിത് വാങ്ങിക്കാൻ തീരുമാനിച്ചത്. എന്നുവെച്ചാൽ ഒരു തട്ടിക്കഴിഞ്ഞാലൊക്കെ മറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് നോക്കിയിട്ട് നമ്മൾ അതിന് പിശിക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ വലിയ ലാഭം നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ പണിയാവില്ല. അപ്പോൾ അതുകൊണ്ട് പോരാതിന് പുതിയതുമാണ്. അപ്പോൾ നമ്മൾ ഒരു ട്രൈപോഡ് തപ്പി കുറേ നോക്കി. പിന്നെ നമ്മൾ ലാസ്റ്റ് ഫോട്രോണിലെത്തി. ഇതാണ് നമ്മുടെ ഫോട്രോണിൻ്റെ 750 എന്നൊരു മോഡലാണ്. അത് നമുക്ക് 4 kg വരെ താങ്ങാവുന്ന ഒരു മോഡലാണ്. നല്ലൊരു ക്വാളിറ്റി സാധനമാണ്. Photron Stedy Pro 750 എന്നൊരു മോഡലാണത്. പ്രൈസ് വരുന്നത് 1599 ആണ്. നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഫോട്ടോൺ നിങ്ങൾ കണ്ടെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ബ്രാൻഡ്. ഒരു ക്യാമറ അക്സസറീസും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നൊരു എവിടെ പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. എവിടെയോ നല്ല കരത്തിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡൈവേർട്ടായി ഇവിടുന്ന്. അപ്പോൾ ഇതിന് കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എന്തായാലും അടുത്ത് കാണിച്ചു തരാം. അതിൽ 3-way ഫ്ലൂയിഡ് ഇഫക്റ്റ് പാൻ ഹെഡ് മൂവ്മെൻ്റ് ഒക്കെ ഉണ്ട്. അതുപോലെ ക്വിക്ക് റിലീസ് പ്ലേറ്റ് ഉണ്ട്. ഡ്യുവൽ ബബിൾ ലെവൽ ഉണ്ട്. അതുപോലെ അറ്റാച്ച്മെൻറ്റ് വിത്ത് ഹുക്ക്. നമുക്ക് താഴെയൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബേസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ. പിന്നെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് 1.5 കിലോഗ്രാം ഉണ്ട് കേട്ടോ. നമ്മളിത് സെറ്റ് തന്നെ. പിന്നെ ഒരു 4 kg വരെ നമുക്കൊരു സെപ്പറേറ്റ് ഒരു സപ്പോർട്ട് ഉണ്ട് ഇതിന്. എന്നുവെച്ചാൽ നമുക്കിത് ക്യാരി കേസ് അടക്കമാണ് നമുക്ക് കിട്ടുന്നത്. പാക്കേജ് കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ആമസോണിൽ ഓർഡർ ചെയ്താണ്. MRP കൊടുത്തേക്കുന്നത് 2990 പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1449 ആണ് പ്രൈസ് വരുന്നത്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് കിട്ടും. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി സാധനമാണ്. നമ്മൾ ഭയങ്കര ഒരു ഹെവി ആയിട്ട് നമ്മൾ തട്ടിയതെന്ന് അത്ര വേഗമൊന്നും പറയാത്തൊരു ക്വാളിറ്റി സാധനമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ മോഡലാണ് നോക്കി വാങ്ങിച്ചത്. ഇതിൻ്റെ പിന്നെ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റെക്കിൻ്റെ ഒരു മോഡലുണ്ട് ഈ റേറ്റിലുണ്ട്. പക്ഷേ അതിന് കുറച്ച് ഫീച്ചേഴ്സിനായിട്ട് കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഇത് വാങ്ങിയെടുത്തത്. ഇതിൽ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് അൺബോക്സിങ് കാര്യങ്ങൾ പോകാൻ മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. Instagram Facebook ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ ഗീവ് വീഡിയോ കാണാത്തവർ പോയി കാണുക. നമ്മൾ 3 ഗീവ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു 10 റൂട്ടർ, ഒരു പ്രോഡക്ട്സിൻ്റെ വയർലെസ് ഹെഡ്സെറ്റ്, പിന്നെ ഒരു ക്യൂബോ UPS4 റൂട്ടറാണ്. അപ്പോൾ വീഡിയോ കാണാത്തൊരു നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ വീഡിയോ ലിങ്ക് കിട്ടും. ഈസിയാണ് കേട്ടോ. നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റൂൾസ് പറയാൻ തരും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊരു കമൻറ്റ് ചെയ്യുക, ഒരു ലൈക്ക് അടിക്കാൻ മറക്കാൻ കേട്ടോ. അപ്പം ലൈക്കിൻ്റെ ഒരു ടാർഗറ്റ് വെച്ച് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് 3 ചെയ്യുക. ഫുൾ വീഡിയോ കോപ്പി കാണുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കാൻ കേട്ടോ. നമുക്ക് ഡയറക്റ്റ് വീഡിയോ പോകും. അപ്പോൾ നമ്മുടെ ഫോട്രോണിൻ്റെ PHT 750 എന്ന് പറഞ്ഞൊരു ട്രൈപോഡിൻ്റെ ബോക്സാണ് നമ്മളിപ്പോൾ കാണുന്നത്. നല്ല അത്യാവശ്യം ഒരു 4 kg ഒക്കെ വെയിറ്റ് താങ്ങാൻ പറ്റുന്നൊരു ട്രൈപോഡാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ പേര് നമുക്ക് കാണാം, Photron Stedy Pro 750. നമുക്ക് DSLRും കാര്യങ്ങളൊക്കെ വലിയ ലെൻസൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സാധനം തന്നെയാണ്. ഇതിന് 1499 1449 വരുന്നത് പ്രൈസ് വരുന്നത്. നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ബെസ്റ്റ് ബൈ ലിങ്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് DSLRും ഹെവി ലെൻസൊക്കെ വയ്ക്കാൻ ട്രൈപോഡ് നോക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് സാധനം കേട്ടോ. നമുക്കൊരു എന്താ പറയുക ഒരു ബഡ്ജറ്റ് റേറ്റിൽ ബെസ്റ്റ് സാധനമാണ്. നമ്മളിപ്പോൾ എന്താ പറയുക ഈ വാൻഗാർഡ്, മാൻഹുഡ് അങ്ങനത്തെ ബ്രാൻഡുകൾ, ഹൈ പ്രീമിയം ബ്രാൻഡ് നോക്കാത്തവർക്കാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഹൈ സാധനങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇതും നല്ല ക്വാളിറ്റി ഡിഫറൻസ് ഞാൻ എന്തായാലും കാണിച്ചു തരാം. നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല വെയിറ്റ് താങ്ങാനും അതുപോലെ ഹാൻഡിൽ വരുന്ന ബാർ, അതുപോലെ ടാനൽ ടിൽറ്റ്, അങ്ങനെ കുറേ ഫംഗ്ഷൻസ് നമുക്ക് എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് പടം നമുക്കിപ്പോൾ ഡയറക്റ്റ് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഫോട്ടോണിൻ്റെ ബ്രാൻഡിങ് ആണ്, 1 year വാറണ്ടി വരുന്നുണ്ട്. അതുപോലെ അതും ബ്രാൻഡ് നെയിം ഒന്നുകൂടി എഴുതിയിട്ടുണ്ട്. പിന്നെ കളർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഫോട്ടോണിൻ്റെ സൈറ്റ് കൊടുത്തിട്ടുണ്ട്, www.photron.in കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിലായിട്ട് അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ നോക്കാം. എന്തായാലും ഡയമീറ്ററും കാര്യങ്ങളൊക്കെ കൂടെ എത്തിയിട്ടുണ്ട്. നെറ്റ് വെയിറ്റ് ഒരു 1.5 kg വരുന്നുണ്ട്. മാക്സിമം ലോഡ് 4 kg എന്ന് നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ നോൺ സ്ലിപ്പ് അഡ്ജസ്റ്റബിൾ റബ്ബർ ഫീറ്റ് ഉണ്ട് ഇതിന്. പിന്നെ ക്വിക്ക് റിലീസ് ലെഗ് ലോക്ക് ഉണ്ട്. അറ്റാച്ച്ഡ് വിത്ത് ഹുക്ക്, ഡ്യുവൽ ബബിൾ ലെവലാണ് വരുന്നത്. പിന്നെ ക്വിക്ക് റിലീസ് പ്ലേറ്റ് ഉണ്ട്. 3-way ഫ്ലൂയിഡ് ഇഫക്റ്റ് പാൻ ഹെഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മൂവിങ് സംഭവങ്ങളൊക്കെ എടുക്കാൻ ഭയങ്കര ഒരു നല്ല ഒരു എന്താ പറയുക ഒരു കംഫർട്ടബിൾ സാധനമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കിതിൽ എന്താ പറയുക ഈ അങ്ങനത്തെ ഒരു കവറൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കവറൊന്നും എന്തായാലും പുറത്തേക്ക് എടുക്കാം. നമ്മുടെ പാക്കറ്റ് കുറച്ച് പൊളിഞ്ഞിട്ടൊക്കെയാണ് വന്നത് നമ്മുടെ ആമസോണിൽ വന്നപ്പോൾ തന്നെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പാക്കറ്റിലാണ് വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റി പാക്കറ്റിലാണ്. ഫോട്ടോൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ നമുക്കിനി ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ട്രൈപോഡ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയ്ക്കുള്ള കാര്യം നമ്മൾക്കിത്
ഫുള്ളി മടക്കി കഴിഞ്ഞാൽ ഇത്രയുടെ സൈസ് വരുന്നുണ്ട്. ചെറിയ കോറിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു ഹാൻഡിലുണ്ട് നല്ല ഈസി ആയിട്ട് പിടിക്കാനുള്ളത്. പിന്നെ നമുക്ക് ഈ എന്താ പറയുക ബോട്ടം നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. നമുക്ക് കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് വയ്ക്കാനും അതുപോലെ ചെരിച്ച് വയ്ക്കുമ്പോഴൊക്കെ വീഴാണ്ടിരിക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം ഇതൊരു ഹെഡാണത്. അപ്പോൾ നമുക്ക് നിവൃത്തിയിട്ടൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് നമ്മുടെ നിലത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക സ്റ്റേബിളാണ് ഭയങ്കര. എന്ന് വെച്ചാൽ അതിൻ്റെ ഡയമീറ്ററൊക്കെ ഉണ്ട്, നല്ല തിക്നെസ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. 1.5 kg ഉണ്ട്. ഒരു പിടിക്കാൻ നമുക്കൊരു ഹാൻഡിൽ തന്നിട്ടുണ്ട്. ഞാൻ അത് അടുത്ത് കാണിച്ചു തരാം. എന്തായാലും ഇവിടെ നമുക്കൊരു എന്താ പറയുക കറക്റ്റ് ആണോ നോക്കാനുള്ളൊരു കോമ്പസ് പോലത്തെ ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കിത് ഫുള്ളി റൊട്ടേറ്റബിൾ ആണ്. നമ്മൾ ലോക്ക് വെച്ചിരിക്കുക, നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ അത് ലൂസാവും. ഉണ്ട് നമുക്കിങ്ങനെ പാൻ ടിൽറ്റ് ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കാൻ സുഖമായിട്ട്. പിന്നെ നമുക്ക് ഇവിടെ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഈ മുകളിലും ഉണ്ട് ലോക്ക്. ഇത് ലോക്ക് ടൈറ്റൻ ചെയ്ത് നമുക്ക് ഇതിവിടെയും ഓപ്പൺ ചെയ്ത് അങ്ങനെ മൂവിങ് മാറ്റുകയൊക്കെ ചെയ്യാം. പിന്നെ ഇവിടെ നമുക്കിവിടെ നമ്മുടെ ലെവൽ നോക്കാനുള്ള ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലേറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ക്യാമറ വയ്ക്കാനൊക്കെ അങ്ങനെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യാൻ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് എന്തായാലും നമ്മുടെ DSLR നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ Canon 200D ആണ് റീസെന്റ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ ക്യാമറയുടെ ഒരു നമുക്ക് സൈസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് കറക്റ്റാണെന്ന് മനസ്സിലാവും. പക്ഷേ അതിൻ്റെ വെയിറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഈ ട്രൈപ്പോഡിനുണ്ട്. അപ്പോൾ ചെറുതായിട്ട് നമുക്കിപ്പോൾ കൈ തെറ്റി ചെരിഞ്ഞാലൊന്നും അങ്ങനെ പെട്ടെന്ന് വീഴില്ല. അപ്പോൾ അതേ സ്ഥിതിക്ക് നമുക്കിപ്പോൾ ഈ ചെറിയ ട്രൈപ്പോഡൊക്കെ ആണെങ്കിൽ സ്ഥിതിക്ക് നമുക്ക് റിസ്ക് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ മാറ്റാൻ തന്നെ കാരണം. പക്ഷേ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മുടെ ഇതിൻ്റെ ലെങ്ത്തും വെയിറ്റും ഭയങ്കര കുറവാണ്. അപ്പോൾ ഒരു ചെറിയൊരു തട്ടിലൊക്കെ ആയിട്ട് നമുക്ക് ചിലപ്പോൾ ക്യാമറ അടക്കം കൂട്ടി വീഴും. അപ്പോൾ ചെറിയൊരു ലാഭത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാമറ അടിച്ചു പോകും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റിയിരിക്കും നല്ലത്. ഞാനതിപ്പോൾ അതുകൊണ്ടൊന്നും മാറ്റാൻ കാരണം വെച്ചാൽ നമ്മുടെ ഇത് ആമസോൺ ബേസിക്കിൻ്റെയാണ്. ഇത് 599 രൂപ വില വരുന്നുള്ളൂ. പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. പക്ഷേ ലൈറ്റ് വെയിറ്റ് ആണ്. മൊബൈലിനൊക്കെ ഓക്കെയാണ്. പക്ഷേ ക്യാമറയ്ക്ക് എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് കുറവുണ്ട് നമ്മൾ വെക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇവിടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിക്കാൻ പറഞ്ഞത് Photron Stedy Pro 750 വന്നിട്ട് ക്യാമറ വെക്കാൻ നല്ല ബെസ്റ്റ് സാധനമുണ്ട്. അത്ര ഇവിടെ ഒന്നും വീഴില്ല. നമുക്കിങ്ങനെ ശരിക്കും സ്റ്റഡി ഷോട്ടൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കാം. നല്ല സാധനം തന്നെയാണ്. ഭയങ്കര ഡിസ്റ്റർബ് ഇതിൻ്റെ ക്വാളിറ്റി. നമുക്ക് ഇതിൻ്റെ റേഞ്ചിൽ വരുന്ന നമുക്ക് ഡിജിറ്റെക്കിൻ്റെ വരുന്നുണ്ട്. അതിനൊരു 50 രൂപ കൂടുതലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഫോട്ടോൺ തന്നെയായിരിക്കും നല്ലതെന്നുണ്ട്. കുറച്ച് വാറണ്ടിയും കാര്യങ്ങളും അതുപോലെ എന്താ പറയുക ഫീച്ചേഴ്സ് വൈസ് ഒക്കെ നമുക്ക് എല്ലാം കൊണ്ട് നമുക്ക് തരുന്നുണ്ട്. ഒരു ഫുള്ളി ലോഡഡ് പോലത്തെ ഒരു പാക്കേജ് തരുന്നുണ്ട്. ഇതിൻ്റെ നിങ്ങൾക്ക് ഡിജിറ്റെക്കിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് മാറ്റാൻ മോഡൽ ഡിജിറ്റെക്ക് എടുക്കാം. പ്രോബ്ലം ഒന്നുമില്ല. 50 രൂപയുടെ ഡിഫറൻസ് ഉള്ളൂ. ക്വാളിറ്റി വൈസ് ഒക്കെ സെയിം തന്നെയാണ്. അതുപോലെ കാണാനും എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ വേണ്ടിയിട്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ലിങ്ക് ഫോളോ ചെയ്യുക. അതുപോലെ വീഡിയോ കാണാത്തവർക്ക് പങ്കെടുക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 3 വീഡിയോ ഉണ്ട്, 3 പങ്കെടുക്കുക കേട്ടോ. മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ശരി, ഫ്രണ്ട്സ് അടുത്ത വീഡിയോ ആണ്. ബൈ.